പെണ്ണ് കേസ് ഇത് 10ാമത്തെയാണ്, എൻ്റെ ലാസ്റ്റ് കേസാട്ടാ. ആ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ വേറെ പണികൾ ഇഷ്ടംപോലെ ഉണ്ട്. തുടങ്ങി വെച്ചത് എൻ്റെ വീട്ടിൽ നിന്നും എനിക്ക് ഇറങ്ങേണ്ടി വന്ന സാഹചര്യം തൊട്ടിട്ടാണ്. 10 വീഡിയോയിൽ ഞാനിപ്പോൾ എനിക്കറിയാവുന്ന 2 പെണ്ണുങ്ങളെ പറ്റി കുറച്ച് പറഞ്ഞു. ഈ ചിരിയെ പറഞ്ഞിട്ടുള്ളൂ. ഇനി അവരെ കുറിച്ച് നല്ലതും പറയല്ല, ചീത്തതും പറയല്ല, ഒന്നുമില്ല. അത് കൂടാതെ പിന്നെയും വേറെ പെണ്ണുങ്ങൾ, അതായത് ആരൊക്കെ, എൻ്റെ അച്ഛമ്മ, പിന്നെ വേറൊരു അച്ഛമ്മ, അങ്ങനെ ഒരുപാട് പെണ്ണുങ്ങളെ പറ്റി പറയാറുണ്ട്. ഇത് ആകെ 2 ജാതി ഇവിടെ ഉള്ളൂ. ഒരു ആൺജാതി, ഒരു പെൺജാതി. പിന്നെ വരുന്നതാണ് ശിഖണ്ഡി. ഈ ശിഖണ്ഡി എന്ന് പറഞ്ഞാൽ 2 കൂട്ടരിലും ഉണ്ടാവും. ആണുങ്ങളും ചിലപ്പോൾ ആണും പെണ്ണും കെട്ടതാവും, പെണ്ണുങ്ങളും ചിലപ്പോൾ ആണും പെണ്ണും കെട്ടതാവും. ഇതിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശിഖണ്ഡി എന്ന് പറയുന്നത്. അത് ശിഖണ്ഡി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവയവങ്ങളിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. പെണ്ണിന്റെ അവയവങ്ങളുള്ള ആണിന്റെ ശീലമുള്ളവര്, ആണിന്റെ അവയവങ്ങളുള്ള പെണ്ണിന്റെ ശീലമുള്ളവര്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശിഖണ്ഡിത്തരം. അതും ശ്രദ്ധിക്കേണ്ട സംഭവമാണ്. ഇനിയിപ്പോ അതെടുത്ത് വിഷയമാക്കാനൊന്നുമില്ല. കാരണം അത് എന്താ പറയാ, ഞാൻ അതിനെപ്പറ്റി വല്ല വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ശിഖണ്ഡികളൊക്കെ കൂടെ വന്നിട്ട് എന്നെ പഞ്ഞിക്കിടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരിലും ഉള്ളതാണ് ഈ ശിഖണ്ഡിത്തരം. അത് ചിലരിൽ ചെറിയ ശതമാനം ഉണ്ടാവും. അതാണ് ഹോർമോണിന്റെ പ്രോബ്ലമാണ്. ചിലരിൽ ചെറിയ ശതമാനം ഉണ്ടാവുള്ളൂ, ചിലരിൽ ഹൈ ലെവലിലേക്കാവും. അതാണ് ഇപ്പൊ നമ്മൾ ചാന്ത് കൂട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ദിലീപിന്റെ ഒരു പടം കണ്ടില്ലേ, അവിടെ സംഭവിച്ചത് അതാണ്. ഇതേപോലെ തന്നെ ആണായിരിക്കും ചിലര്, പക്ഷെ അവരിൽ ആണത്വം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ആണത്വം, അത് എല്ലാം കൊണ്ടും കിട്ടും. ഫിസിക്കലി, മെന്റലി, ബാക്കി എല്ലാം കൊണ്ടും ആണത്വം പവറുള്ള ആൾക്കാർ അവര് പ്രതികരിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഇന്ന ആണായിട്ട് കൂട്ടേണ്ട ആവശ്യമില്ല. ആണാണെങ്കിൽ, ഞാനൊരു ആണാണെങ്കിൽ ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇനി അങ്ങോട്ട് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അതിൽ വരുന്ന ചേഞ്ചുകളും അത് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ ആരും ഇന്ന ആണായിട്ട് കൂടണ്ട. എല്ലാവരും പറഞ്ഞ മാതിരി ഇപ്പൊ എൻ്റെ വീട്ടുകാർ എനിക്ക് തന്ന ഒരു വലിയ സർട്ടിഫിക്കറ്റ് ആണ് ഭ്രാന്തൻ. അങ്ങനെ തന്നെ വെച്ചു, നോ പ്രോബ്ലം. വീട്ടുകാർ തന്നെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇല്ലല്ലോ. സ്വന്തം അമ്മയും പെങ്ങളും ഇപ്പൊ തന്നൊരു സർട്ടിഫിക്കറ്റ് ആണ്, അവരിലൂടെ വന്നൊരു സർട്ടിഫിക്കറ്റ് ആണ്, അങ്ങനെ തന്നെ വെച്ചു. അതിനൊരു പ്രോബ്ലം ഇല്ല. അതല്ല എന്ന് ഞാൻ തെളിയിക്കാനാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. അതാണ് എന്ന് അവര് തെളിയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അവർക്ക് മാക്സിമം എത്ര വേണമെങ്കിലും ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും അവർക്ക് പ്രതികരിച്ചിട്ട് ഈ തൃശ്ശൂരല്ല, ഇനിയിപ്പോൾ ഞാൻ എവിടെ പോയാലും അവിടെ വന്ന് പിടിച്ച് കൊണ്ടുപോയിട്ട്, എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, ലേണിങ്ങേ കിട്ടിയിട്ടുള്ളൂ. സുരേഷ് ഡോക്ടർ അല്ല, ഇനി വേറെ ഇഷ്ടംപോലെ ഹോസ്പിറ്റൽ, ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. ഏതെങ്കിലും വിധത്തിൽ എനിക്കാണ് ഭ്രാന്തെന്ന് അവർക്ക് തെളിയിക്കാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ 2ന്റെ കാല് നക്കാൻ ഞാൻ തയ്യാറാണ്, കാല് നക്കി തുടയ്ക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് 2ന്റെ അല്ലട്ടാ. ഇത് കൂടാതെ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ അന്ന് പ്രയത്നിച്ച ചെറിയമുണ്ടത്ത് തറവാട്ടിലുള്ള, എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് പ്രത്യേകം മാറ്റി വെച്ചിട്ടുള്ള ഓരോ പാപ്പന്മാരുടെയും അത് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന CI, SI, അതും കഴിഞ്ഞിട്ട് നമ്മളെ അവിടെ നിന്ന് ഇഞ്ചക്ഷൻ അടിച്ച സുരേഷ് ഡോക്ടർ, ഇവരുടെയൊക്കെ കാല് നക്കി തുടയ്ക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് ഭ്രാന്താണെന്ന് ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ ഈ ടീമുകളൊക്കെ കൂടെ തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ തയ്യാറാണ്. അതോടെ ഈ പെണ്ണ് കേസിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. പെണ്ണുങ്ങളെ പറ്റി ഇനിയും പറയാണ്ട് കേട്ടോ, ഇഷ്ടം പോലെ പറയാണ്ട്. എത്രയൊക്കെ അനുഭവം ഉണ്ടെങ്കിലും പെണ്ണ് കേസ് പറഞ്ഞിട്ടൊരു എപ്പിസോഡ് ഞാൻ വരില്ല, പരിപാടിയെ നിർത്തി. പക്ഷെ ചില പെണ്ണുങ്ങളുണ്ട്, വലിയ ഓഫീസുകളിലൊക്കെ ഇരിക്കുന്നവരായിരിക്കാം, ചിലപ്പോൾ വലിയ ഉദ്യോഗസ്ഥന്മാരായിരിക്കും. എനിക്കിട്ട് പണിതാലേ അത് ഞാൻ തിരിച്ചു പണിയും. കാരണം ഞാൻ ആരാണ് എന്നത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. എന്താണ് എൻ്റെ തലച്ചോറിലുള്ളത് എന്നുള്ളത് അതെനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എനിക്കിട്ട് പണിയാനായിട്ട് നോക്കുന്ന ഏതെങ്കിലും ഒഫീഷ്യൽ സെറ്റപ്പിലോ, കാരണം എനിക്ക് കുറേ ഇറങ്ങിത്തിരിക്കേണ്ടതുണ്ട്. വല്ല കളക്ടർമാരാണെങ്കിൽ പോലും ഞാൻ പണിയും. ഈ മന്ത്രിയാണെന്ന് വെച്ചാൽ അപ്പോഴും ഞാൻ പണിയും. അത് രീതികൾ വേറെയാണ്. യൂട്യൂബിൽ വീഡിയോ ഇടുന്ന പരിപാടി നിർത്തി. എല്ലാ പെണ്ണുങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല ബുദ്ധി, നല്ല ജീവിതം, നല്ല വിനയം, നല്ല സ്നേഹം,
എന്നും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം പെണ്ണ് ഒരുമ്പെട്ട പ്രശ്നം തന്നെ. പക്ഷെ പെണ്ണുങ്ങളില്ലാതെ ഈ ലോകം നല്ല രീതിക്കാണ്ട് കിടക്കൂല. പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ തന്നെ വേണം, ആണുങ്ങൾക്ക് ആണുങ്ങളും വേണം. ആണുങ്ങളുടെ രീതികൾ കണ്ട് മനസ്സിലാക്കി ജീവിക്കാൻ തയ്യാറുള്ള പെണ്ണുങ്ങൾ അവരുടെ കൂടെ ജീവിക്കുമ്പോൾ അവിടെ വിജയം ഉണ്ടാവും. അതല്ല ഇത് ആണിന്റെ രീതികൾ കണ്ട് മനസ്സിലാക്കി അവനെ വേറെ രീതിയിലേക്ക് വലിച്ചഴക്കാൻ ശ്രമിക്കുന്ന ഓരോ പെണ്ണുങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതും കൂടിയാണ് എൻ്റെ ഈ 10 എപ്പിസോഡുകൾ. ഇത് 10 എപ്പിസോഡായിട്ട് ഞാൻ നിർത്തുകയാണ്. പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു 50,000 എപ്പിസോഡിൽ തീരൂല. പക്ഷെ അതിലെന്താണെന്ന് വെച്ചാൽ കുറേ കുറവുകൾ, ഒരുപാട് വിഷയങ്ങൾ, ഈ മെൻസ്റ്റൽ പവർ അവിടുന്ന് തുടങ്ങുന്നതാണ് ഈ പെണ്ണിന്റെ ചിന്തകൾ. അവിടുന്ന് തുടങ്ങിയിട്ട് പല പല കാര്യങ്ങളും പറഞ്ഞ് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആകെ മറ്റേല് വരുത്താന്നറിയില്ലേ, അതുപോലെ പറയണം. കോഴിക്കാഷ്ടത്തിന് വരുത്താന്നല്ല, അതുപോലെ പറഞ്ഞു എന്നിട്ട് അതിന് ഇങ്ങനെ ജട തിരിച്ചെടുക്കണം. പക്ഷെ അതിന് ഞാനില്ല. പെണ്ണ് ഒരുമ്പെട്ട നാശം തന്നെയാണ്. പക്ഷെ കുറേയധികം പെണ്ണുങ്ങൾ ഇല്ലാതെ ഈ ഭൂമിയിൽ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല. നല്ലതിലേക്ക്, ഇപ്പൊ ചീത്തതിലേക്കാണെങ്കിലും പെണ്ണുങ്ങൾ വിചാരിച്ചാൽ തന്നെ നടക്കുള്ളൂ. ആണുങ്ങൾ, നല്ല രീതിയിലുള്ള ആണുങ്ങൾ വീട്ടിൽ നിന്ന് പറയുമ്പോൾ നല്ലതാണെങ്കിൽ സ്വീകരിക്കുക, അല്ലാത്തതാണെങ്കിൽ അവിടെ നിങ്ങൾ പ്രതികരിക്കൂ. മദ്യപിച്ച് വരുന്ന ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ, മദ്യപിച്ച് വരുന്ന ഒരു മകനുണ്ടെങ്കിൽ, കഞ്ചാവ് അടിച്ചു വരുന്ന മകനുണ്ടെങ്കിൽ, അതേപോലെ വേറെ പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പീഡനത്തിന്റെ അതുപോലെ സെക്ഷലി പ്രോബ്ലംസ് സൃഷ്ടിക്കുന്ന സ്ത്രീകളോട് സൃഷ്ടിക്കുന്ന പ്രോബ്ലംസ്, അതിന് നിങ്ങൾ പ്രതികരിക്കും. അത് എനിക്ക് എല്ലാ പെണ്ണുങ്ങളോടും കൂടെയുള്ള ഒരു ഉപദേശമാണ്. അതോടുകൂടി എൻ്റെ ഈ 10ാമത്തെ എപ്പിസോഡ് പെണ്ണുങ്ങളെ പറ്റിയിട്ട് ഞാൻ നിർത്തിയിരിക്കുകയാണ് യൂട്യൂബ് വഴി. പക്ഷെ പെണ്ണുങ്ങളില്ലാതെ മുന്നോട്ട് പോലല്ലോ. കാണുന്നുണ്ട്, അനവധി പെണ്ണുങ്ങളെ ഞാൻ കാണുന്നുണ്ട്, പല പല സ്ഥലങ്ങളിൽ ഞാൻ കാണുന്നുണ്ട്, പല പല രീതികളിൽ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങുന്ന വഴികളിൽ കാണുന്ന ചില പെണ്ണുങ്ങളുണ്ടാവും. അവരിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയാൽ അവിടെ ഞാൻ കൃത്യമായിട്ട് ഇടപെടും. അത് ഏത് രീതിയിലാണോ ഇടപെടേണ്ടത് അവിടെ ഞാൻ ഇടപെടും. അത് അവർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ വിട്ടേക്കുക. അപ്പോൾ പെണ്ണ് കേസിന്റെ 10ാമത്തെ എപ്പിസോഡ് വീണ്ടും പറയുകയാണ്. സനൽദാസ് നിർത്തിയിരിക്കുകയാണ്. എല്ലാ പെണ്ണുങ്ങൾക്കും, അമ്മ പെങ്ങളടക്കമുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും നല്ല ബുദ്ധി കൈവരിക്കട്ടെ. എല്ലാ പെണ്ണുങ്ങളും കൂടെ എന്നെ ഭ്രാന്തനാക്കി ചിത്രീകരിക്കാനും കൃത്യമായിട്ട് എനിക്ക് ഭ്രാന്തുണ്ട് എന്ന് നിങ്ങൾ എത്ര പെണ്ണുങ്ങളുണ്ടെങ്കിലും, ചെറിയ മുണ്ടത്തെ തറവാട്ടിലായാലും ശരി, വലിയവരക്കൽ തറവാട്ടിലായാലും ശരി, ഇനി ഞാൻ അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള എത്ര തറവാട്ടുകാരുണ്ടെങ്കിലും ശരി, സനൽദാസിന് ഭ്രാന്തുണ്ടെന്ന് പക്കാ തെളിയിച്ചുകൊണ്ട് വീണ്ടും നിങ്ങൾ വന്നു എനിക്കെതിരെ നീങ്ങി പക്ക ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആരൊക്കെയാണെന്നുള്ള നമ്പർ തന്നോളൂ. എല്ലാവരുടെയും കാല് ഞാൻ നക്കിത്തരാം. അമ്മ പെങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാ പെണ്ണുങ്ങളുടെയും കാല് ഞാൻ നക്കിത്തരാം. അതിൽ വേറെ എന്നെ ആദ്യം ഞാൻ മറ്റേ സെക്ഷൽ ഹറാസ്മെന്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ വേറൊരു മുതലുണ്ട്, അവളുടെയും കാല് ഞാൻ നക്കിത്തരാം.